ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു 3 തരത്തിലുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കസ്റ്റർഡ് പൗഡറാണ്. അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. 2 സ്പൂണോളം വരുവേ. അതും കൂടി നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു പാക്കറ്റ് പാലാണ് എടുത്തത്. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരായതുകൊണ്ട് പിന്നെ അത്രയും വേണ്ട പുഡിങ്ങൊക്കെ. അങ്ങനെ ഞാൻ ഈ കസ്റ്റർഡ് പൊടി കലക്കിയത് ഇതിൻ്റെത്തേക്ക് പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കുക, കട്ടയില്ലാതെ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് അൺസാൾട്ടഡ് ബട്ടറാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരെ ഒരു പകുതിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക്, പിന്നെ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. കാരണം മൊത്തമായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമ്മുടെ 20 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തിട്ടതുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കത്തിക്കാതെയാണ് ഇതിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ഗ്യാസിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ 2 സ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കി, അത് അലിയുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ അത് നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ബ്രെഡില്ലേ, അതിങ്ങനെ ചിക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മിക്സിലേക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് കുതിർന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണേ. അത് നന്നായിട്ട് ആ ഒരു മിക്സിലേക്ക് കുതിർന്ന് വരട്ടെ. എന്നാലും നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായി അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇത് തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. കാരണം ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് ആറില്ല. അങ്ങനെ ഞാനിത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതിന് നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഞാൻ അരക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഒരു ട്രിപ്പ് ഉള്ളൂ, കാരണം ഒരു പാക്കറ്റ് പാലിലാക്കിയതാണ്. അങ്ങനെ ഞാനിത് നന്നായി അരക്കാൻ പോവാണ്. അങ്ങനെ അരച്ച് വന്നതിന് ശേഷം നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കാരണം നമ്മൾ മിക്സിയിൽ അടിച്ച് ചെയ്തതല്ലേ, അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവല്. അങ്ങനെ ഞാനത് മൊത്തത്തിലൊന്ന് അതിനകത്തേക്ക് ഒഴിച്ച് ഇനി നമ്മുടെ ക്ലീൻ റാപ്പ് വെച്ച് ചുറ്റി കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് പിന്നെ നമ്മുടെ പിസ്തയും വേണ്ടി ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ക്ലീൻ റാപ്പ് വെച്ച് നന്നായി പൊതിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിലേക്ക് ഓവർനൈറ്റ് ഞാൻ വെക്കുന്നുണ്ട്. കാരണം എന്നാലേ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പുഡിങ് ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ചെറിയ ആൾക്കാർ 1-2 ആൾക്കാർ മാത്രമാണെങ്കിൽ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് പാൽ മതിയേ. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നത് നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അങ്ങനെ ഞാൻ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് അടിച്ചു കൊടുക്കാൻ ഇട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പാക്കറ്റ് പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഞാനൊരു പാക്കറ്റ് പാലൊഴിച്ച് പിന്നെ ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ നേരത്തെ ഒഴിച്ച മിൽക്ക് മെയ്ഡിൻ്റെ ബാക്കിയുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം നമ്മുടെ മാങ്ങക്ക് അത്യാവശ്യമുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി പഞ്ചസാര ചേർക്കേണ്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ സ്പഞ്ച് കേക്കില്ലേ, അത് ഞാൻ ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. ഇത് 2 ലെയറായിട്ട് വരുന്നത്. അടിയിലത്തെ ലെയറിൽ നമുക്ക് സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ആ കേക്ക് ഞാൻ മൊത്തത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മറ്റേ മാംഗോൻ്റെ ഇതില്ലേ, മൊത്തത്തിൽ മിക്സിയിലിട്ട് കൊടുത്ത് അടിച്ചത്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഒരു 3ാമത്തെ ലെയറായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് ഒന്ന് 3ാമത്തെ ലെയറാക്കിയിട്ട് മാറ്റിയും ചെയ്യാം. എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ 2nd ലെയർ മാത്രമേ ആക്കിയിട്ടുള്ളൂ.
പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബദാമും നമ്മുടെ അണ്ടിയും ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അതും വേറെ ക്ലീൻ റാപ്പ് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ 2 പാക്കറ്റ് പാലാണ്. ഇത് ഇളനീർ പുഡിങ്ങാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോടെ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, കാരണം ഇളനീർ പുഡിങ് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 2 പാത്രത്തിലാക്കി മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പാലവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പില്ലേ, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി അരച്ചെടുക്കേണ്ടതല്ലേ. പിന്നെ ഇതിലേക്ക് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടി കുറച്ച് ചേർത്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അങ്ങനെ പാല് നന്നായി തിളക്കുന്നുണ്ട്. ആ സമയം ഞാൻ മിൽക്ക് മെയ്ഡും പിന്നെ ബാക്കി പഞ്ചസാരയും കൂടിയാണ് ചേർക്കുന്നത്. മൊത്തമായിട്ട് മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, പഞ്ചസാരയും മിൽക്ക് മെയ്ഡുമാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇളനീർ പുഡിങ് ആകുമ്പോൾ നല്ല മധുരത്തോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മധുരമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചൈന ഗ്രാസാണ്. 20 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഉണ്ട്, ഞാൻ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം, കാരണം നമ്മുടെ ചൈന ഗ്രാസ് നന്നായി മെൽട്ടാണ്, എന്നാലേ നമ്മൾ പുഡിങ് ഒന്ന് സെറ്റ് ആവുള്ളൂ. അങ്ങനെ പാല് നന്നായി തിളച്ച് ചൈന ഗ്രാസൊക്കെ മെൽട്ടായതിന് ശേഷം ഞാൻ നേരത്തെ അടിച്ച് വെച്ച് നമ്മുടെ ആ മിക്സിയിലെ ഇളനീറിൻ്റെ അത് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചൂടിൽ നമ്മളെ ആ ഇളനീറിൻ്റെ മിക്സ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നമ്മുടെ പാല് ഒന്ന് ആറിയതിന് ശേഷം മാത്രം അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക, കാരണം എന്നാലേ നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം മെൽട്ടായത് നമ്മളെ ഇത് പുഡിങ് ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഇതാ ഞാൻ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റാണ്. 2 ഇതുപോലെ എല്ലാ പുഡിങ്ങിൻ്റെ ട്രേയും അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഇളനീറിൻ്റെ പൾപ്പില്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, അതും കൂടി മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. അങ്ങനെ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ 3 പുഡിങ്ങും കൂടി ഇവിടെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇളനീർ പുഡിങ് 2 എണ്ണത്തിലാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ, ഇത് പെരുന്നാളിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പിറ്റേന്ന് രാവിലെ ഇതാ കണ്ടില്ലേ പുഡിങ് അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ഓവർനൈറ്റ് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സെറ്റായി കിട്ടിയത്. അപ്പോൾ ഇതാ പുഡിങ് ഞാനിപ്പോൾ മക്കൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനും 3 പുഡിങ്ങും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പുഡിങ് എടുത്ത് കഴിക്കുന്നത്. അത്യാവശ്യം നന്നായി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനലിൽ വീണ്ടും ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാം, ബെല്ലൈക്കണും കൂടി അമർത്താം, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുവേ. വീണ്ടും ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.